കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾക്കായിട്ട് നമ്മളോട് സ്തോത്രം ചെയ്യാം. കോവിഡ് രോഗവ്യാപനം കൂടിയിരിക്കുന്ന ഈ നാളുകളിൽ നമ്മൾ പലർക്കും ഭവനങ്ങളിൽ നിന്നാണ് ആരാധനയിൽ സംബന്ധിക്കുന്നത്. ദേവാലയത്തിൽ കടന്നു വരുന്നവരുടെ സംഖ്യ നിശ്ചയിച്ചിരിക്കുന്നത് കൊണ്ട് വളരെ പരിമിതമായിട്ട് ആൾക്കാർക്ക് മാത്രമേ ദേവാലയത്തിൽ കടന്നു വരുവാനായിട്ട് സാധിക്കുന്നുള്ളൂ. നാം ഭവനങ്ങളിൽ നിന്ന് ദൈവത്തെ ആരാധിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നാം ശ്രമിക്കണമേ എന്ന് ഓർപ്പിച്ചോട്ടെ. ഇന്ന് മഹാടവകയായ യുവജന ഞായറായി ആചരിക്കപ്പെടുകയാണല്ലോ. നമ്മുടെ യുവജന പ്രസ്ഥാനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ യുവജന സംഘടനയായി ഇന്ന് നമ്മുടെ മഹാടവക യുവജന പ്രസ്ഥാനമാണ്. 104 വർഷക്കാലം യുവജന പ്രസ്ഥാനമായി നിലനിൽക്കുവാൻ നമുക്ക് അവസരം ലഭിച്ചു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം യുവജന ഞായറായി ആചരിക്കപ്പെടുകയും സഭയിലും സമൂഹത്തിലും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുവാനായി യുവജന സംഘടനകൾക്ക് സാധിച്ചത് അഭിമാനകരമാണ്. എല്ലാ യുവജന സംഘടനാ ഭാരവാഹികളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ആരാധനയ്ക്ക് നേതൃത്വം നൽകി വളരെ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്ത യുവജന സുഹൃത്തുക്കളാണല്ലോ. അവരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ശുശ്രൂഷയെ സംബന്ധിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഒരു വിശുദ്ധ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകി ദൈവസന്നിധിയിൽ അടുത്തു വന്ന് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്ന അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. യുവജന ഞായറായി ആചരിക്കപ്പെടുമ്പോൾ എല്ലാ യുവജനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ജീവിതങ്ങളും പ്രവർത്തനങ്ങളും ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ അവരുടെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസാന്നിധ്യത്താൽ ഓരോരുത്തരും അവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയിൽ അവിടുത്തെ ദൈവമായ സാന്നിധ്യത്തെ കൂടിയിരിക്കണമേ. ഈ ആരാധനയെ പങ്കുകൊള്ളുന്ന എല്ലാ നിന്റെ മക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവരോഗത്താലോ ഭാരത്താലോ വേദനയാലോ ബുദ്ധിമുട്ടുകളാലോ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ അവരെ അവിടെ ആശ്വസിപ്പിക്കുകയും അവരെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയിരുന്നു. ഞങ്ങളെ വേണ്ടപ്പെടുന്നത് വശിക്കാമുള്ളയുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്ക് മാത്രമായി ക്രിസ്തീയ ഗീതങ്ങളിൽ 22ാമത്തെ ഗീതം പാടാം. ഗീതം 22. സത്യ
നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവാത്മാവാകുന്നവരെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇതേ അഭാവം ഉണ്ടാക്കിയ ദിവസത്തിൽ നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ നിലങ്ങളെ തുറക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. തത്വത്തിന് സ്തുതി. സൈനികരുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയുടെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കടവിലെടുക്കാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രവും കേൾക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങളുടെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി എന്ന് പറയുന്നതിൽ മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലുപ്പത്തെ കൂടുതൽ യഥാർത്ഥമാകുകയും നിന്റെ കൃപാഫലങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യമില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ പറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകലനീതി നോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം വിശ്വസ്തൻ തീരുമാനമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ നിന്നവരോട്, ഞാൻ സ്വന്തത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകളുടെ ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവരല്ല, പാപം വഴിയിൽ സർവ്വത്തിൽ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവരത്തിന് നമുക്കുള്ളത്. നമുക്ക് മുഖ്യമായി നമ്മൾ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി എന്ന് പറയാം. ഒന്നാമത്തെ പ്രാർത്ഥന വാത്സല്യം പ്രാർത്ഥനയെ ഉപയോഗിക്കാം. സർവശക്തി മഹാഗണപിതാവേ, ശുദ്ധീകരിക്കപ്പെട്ട് ശാന്തമനസ്സോടെ നിന്നെ സേവിക്കാനായിട്ട് അവരുടെ പാപമോചനം സമാധാനം നൽകണമെന്ന് ഞങ്ങളുടെ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിനെ സ്തുതിക്കുകയും
100-ാം സങ്കീർത്തനം നമുക്ക് വാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനം 100. സകല ഉപവാസികളുമായുള്ളവരെ യഹോവയെ കാത്തിടുവിൻ, സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവരുടെ സന്നിധിയിൽ വരുവിൻ. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവിൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. നിൽക്കവേ തന്നെ ഇന്നത്തേക്കുള്ള സങ്കീർത്തനം വായിക്കുന്നു. കാലത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം സങ്കീർത്തനങ്ങൾ 146. 146-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനങ്ങൾ 146. 146-ാം സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. യഹോവയെ സ്തുതിപ്പിൻ, എന്നാൽ യഹോവയെ സ്തുതിക്കാം. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിക്കാൻ കഴിയാത്ത മനുഷ്യപുത്രനും അരുത്. യാക്കോബിന്റെ ദൈവം സഹായമാണ്, തന്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു, വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ദുഷ്ടന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു, അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണം ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറച്ചു കളയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പോൾ 1-ാം പാഠം വായിക്കുന്നു. നിശ്ചയിച്ചിരിക്കുന്ന പഴയ നിയമഭാഗമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 1-ാം വാക്യം മുതൽ 4-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവവചനം കേൾക്കുക. ഇതാ ഞാൻ താങ്കളുടെ ദാസൻ, എന്നോട് പ്രസാദിക്കുന്ന എന്റെ പുത്രൻ. ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വിശ്വസിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, നിലവിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒഴിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയില്ല, അധൈര്യപ്പെടുകയുമില്ല. അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. ഇങ്ങനെ പഴയ പാഠം അവസാനിക്കുന്നു. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സക്കറിയാവിന്റെ വാക്യമായിട്ട് വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ, അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്ന് നമ്മെ പയക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നാം ആയുഷ്കാലമൊക്കെയും ഭയപ്പെടാത്തതിനും വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് നീയോ വൈതല് അത്യുന്നത പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും കർത്താവിന്റെ വഴി ഒരുക്കുവാനും ഇരുളിലും മരണത്തിൽ ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും
ഉണ്ടാകട്ടെ. ഇരിക്കാം. രണ്ടാം പാഠം വായിക്കുന്നു. പ്രാർത്ഥന നിശ്ചയിച്ചിരിക്കുന്ന രണ്ടാം പാഠം അപ്പോസ്തലനായ ഫിലിപ്പിയർ എഴുതിയ രണ്ടാം അധ്യായം 1 മുതൽ 11. ഫിലിപ്പിയർ 2-ാം അധ്യായം 1 മുതൽ 11. ക്രിസ്തുവിലുള്ള പ്രബോധം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസമുണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയുണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏകസ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ സന്തോഷം പൂർണ്ണമാക്കുകയും ചാടിത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ളവനെ തന്നെത്താൻ ശ്രേഷ്ഠം നേടിക്കൊള്ളുകയും ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം നോക്കണം. ക്രിസ്തു യേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളുണ്ടായിരിക്കും. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുതൽ പിടിച്ചുകൊണ്ടാകുമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യസാദൃശ്യത്തിനായി തന്നെത്താൻ അഴിച്ച വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ കാട്ടി മരണത്തോളം മനുഷ്യനെ മരണത്തോളം തന്നെ അനുസരണയുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകയും മടങ്ങുകയും എല്ലാ നാമവും യേശുക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മൊത്തത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഇവിടെ രണ്ടാം പാഠം അവസാനിച്ചു. വിശുദ്ധ സുവിശേഷം മിസ്റ്റർ മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35-ാം വാക്യം മുതൽ 45-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവജനങ്ങൾക്ക് വിശുദ്ധ സുവിശേഷം മിസ്റ്റർ മാർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 35-ാം വാക്യം മുതൽ. സഹോദരിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും മറ്റു അടുക്കൽ വന്നവരോട്, ഗുരു, ഞങ്ങൾ നിന്നോട് യാചിപ്പാൻ പോകുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുവാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമെന്ന് ചോദിച്ചു. നിന്റെ മഹത്വത്തിൽ ഞങ്ങൾ ഒരുത്തതിന്റെ വലത്തും ഒരുത്തന്റെ ഇടത്തും ഇരിപ്പാൻ വരം നൽകണം എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, നിങ്ങൾ യാചിക്കുന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിപ്പാനും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽപ്പാനും നിങ്ങൾ കഴിയുമോ എന്ന് ചോദിച്ചതിന് കഴിയും എന്ന് അവർ പറഞ്ഞു. യേശു അവരോട്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുകയും ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുകയും ചെയ്തിച്ച് എന്റെ വലത്തും ഇടത്തും ഇരിപ്പാൻ വരം നൽകുന്നതോ എന്റേതല്ല, ആർക്കൊരുക്കിയിരിക്കുന്നതോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. അതിനുശേഷം 10 പേര് കേട്ടിട്ട് യാക്കോബിനോട് യോഹന്നാനോട് നീരസപ്പെട്ടു തുടങ്ങി. യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതികളായവർ അവന് കർത്തൃത്വം ചെയ്തു, അവരിൽ മഹത്വങ്ങളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെയല്ലത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവർ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാൻ അദ്ദേഹത്തിന് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും മാത്രമേ വന്നത്. ഇങ്ങനെ സുവിശേഷ ഭാഗം കഴിഞ്ഞു. ഇന്ന് യുവജന ഞായറാഴ്ചയാണല്ലോ. വചന ശുശ്രൂഷ നിർവഹിക്കുന്നത് അറിയാണല്ലോ. സൗഹാർദ്ദമായ വചന ശുശ്രൂഷക്കാരായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. കീർത്തനം 248. കീർത്തനം 248. Thank you.
എത്രയും സ്നേഹവും ബഹുമാനവും നിറഞ്ഞ അച്ഛൻ, പ്രിയ സഭാജനങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട വിശുദ്ധ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം. ഇന്നേ ദിവസം യുവജന പ്രസ്ഥാനം അതിൻ്റെ 103-ാം വാർഷികം ആചരിക്കുകയാണ്. എന്നെ സേവിക്കുന്ന എല്ലാവരും യുവജന പ്രസ്ഥാനത്തിൻ്റെ മഹായുടെ കീഴിൽ എൻ്റെ വ്യക്തിപരമായ പേരിലുള്ള ആശംസകൾ ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ഇവിടെ ഇന്ന് എന്നെ ശ്രമിക്കുന്ന ആൾക്കാർ ഇവിടെ സഭയിലായിരിക്കുന്നവരെക്കാൾ കൂടുതൽ ഒരുപക്ഷെ എന്നെ ശ്രമിക്കുക ഈ ഫേസ്ബുക്ക് മാധ്യമത്തിലൂടെ എന്നെ കേൾക്കുന്നവരായിരിക്കാം. എനിക്ക് ആദ്യം തന്നെ അവരുള്ളവരോട് ഒരു അഭിനന്ദനമാണ് അറിയിക്കാനുള്ളത്. കാരണം ഇന്നത്തെ സാമൂഹിക സ്ഥിതി മനസ്സിലാക്കി സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഭവനങ്ങളിൽ ഇരിക്കുവാൻ, ഭവനങ്ങളിൽ നിന്ന് ഈ ആരാധനയിൽ സംബന്ധിക്കുവാൻ നിങ്ങൾ എല്ലാവരും കാണിക്കുന്ന ആ ഒരു ഉത്സാഹം അത് തികച്ചും അഭിനന്ദനം അർഹിക്കുന്നതാണ്. ഈ സമയത്ത് ഫെഡറേഷൻ ഓഫ് ഫിലിം എംപ്ലോയീസ് ഓഫ് കേരള ഫെഫ്കയുടെ ഒരു പരസ്യത്തിലെ വാചകം എനിക്ക് ഇവിടെ പറയേണ്ടതായി ഓർമ്മ വരുന്നു. അമാനുഷിക കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയല്ല, തികച്ചും മാനുഷികമായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഒരു സൂപ്പർ ഹീറോയായി മാറും. ഇന്ന് ഭവനങ്ങളിൽ നിന്ന് ഈ ആരാധന ശ്രമിക്കുന്ന എല്ലാവരോടും എനിക്കതേ പറയാനുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഈ ഭവനങ്ങളിൽ നിന്ന് ഈ ആരാധനയെ സംബന്ധിക്കുന്നതിലൂടെ നിങ്ങൾ വളരെ മഹത്വമായ ഒരു കാര്യമാണ് സമൂഹത്തിൽ ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ നൽകിയിരിക്കുന്ന ഈ ചിന്താവിഷയം അത് നിങ്ങൾക്ക് വചനാടിസ്ഥാനമായി പറയുന്നതിന് മുൻപായി മറ്റു ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ മഹായുടെ തലത്തിൽ നിന്നും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിനു മുൻപായി മറ്റു ചില കാര്യങ്ങൾ എന്റെ ഭാഗത്തു നിന്ന് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുണ്ട്. ആദ്യമായി തന്നെ ഇപ്പോൾ സമൂഹത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന രോഗാവസ്ഥയെ കുറിച്ച് തന്നെയാണ്. നാം സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ഓരോ നിർദ്ദേശങ്ങളും പാലിക്കേണ്ട ആവശ്യകതയാണ് എനിക്ക് ഓർമ്മിപ്പിക്കാറുള്ളത്. അത്യാവശ്യമെങ്കിൽ മാത്രം പുറത്തിറങ്ങുക. ഫേസ് കവർ അഥവാ മാസ്ക് ധരിക്കുമ്പോൾ വായും മൂക്കും കൂടുവാൻ നിങ്ങൾ ശ്രമിക്കുക. പൊതുസ്ഥലങ്ങളിൽ ഏറ്റവും കുറഞ്ഞത് 2 മീറ്റർ അകലം പാലിക്കുക. കൈകളുടെയും ശ്വാസത്തിന്റെയും ശുചിത്വം പാലിക്കുക. ഓർക്കുക, ചെറിയ ഒരു അശ്രദ്ധ പോലും വലിയൊരു രൂപത്തിന് കാരണമാകാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുള്ളത്, ഇന്ന് എന്നെ ഞാനാക്കിയ എൻ്റെ ഈ സഭയിൽ തന്നെ യുവജന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി എനിക്ക് വചനം സംസാരിക്കുവാൻ എനിക്ക് ഈ വലിയ അവസരത്തെ ഒരുക്കി തന്ന ഇടവപ്പെട്ടക്കാരനായ ജേക്കബ് ജോൺസൺ അച്ഛനോടും, അതുപോലെ യുവജന പ്രസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന ആൽഫിനോടും, കൺവീനറായിരിക്കുന്ന രജനീഷ് അച്ഛനോടും, എല്ലാത്തിനുപരി എന്നെ നിലപ്പെടുത്തുന്ന ദൈവത്തിനോടുള്ള നന്ദി ഞാൻ അറിയിച്ചു കൊടുക്കുന്നു. എല്ലാവരുടെയും അനുവാദത്തോടുകൂടെ ഞാൻ വചന ശുശ്രൂഷയിൽ പ്രവേശിച്ചുകൊള്ളട്ടെ. വിഷയബന്ധത്തോടെ സംസാരിക്കുന്നതിന് മുൻപായി മഹാനവികളിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശപ്രകാരം യുവജന പ്രസ്ഥാനം ഇത്രയും നാൾ പിന്നിട്ട നാൾ വഴികളെ കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1916 അഭ്യുദയ ഗിൽ തിരുവേലിയുടെ ദീർഘദർശനത്തിൽ രൂപീകൃതമായ യുവജന പ്രസ്ഥാനം ഇന്ന് അതിന്റെ 103-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. യുവജന കൗൺസിൽ അതിന്റെ ക്രമീകൃതമായ രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇന്നേക്ക് 68 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. ഇന്ന്
12 വൈദിക ജില്ലകളിലായി ഏകദേശം 20,000-ലധികം യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വളരെ ആവേശത്തോടെ ചുക്കാൻ പിടിക്കുന്നു. അനേകം തിരക്കുകളുടെ മധ്യത്തിൽ ഓരോ ജില്ലയിൽ നിന്നും 4 സെക്രട്ടറിമാർ 2 കൺവീനർമാർ വീതം ആവേശത്തോടെ ത്യാഗപൂർണമായി യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അഭ്യുദയ റൈറ്റ് റവറൻഡ് തോമസ് കീമിന്റെ തിരുമേനിയുടെ പ്രവർത്തനങ്ങൾ എന്നും യുവജന പ്രസ്ഥാനത്തിനും അതിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങളിലും ഒരു പ്രസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് യുവജന പ്രസ്ഥാന ക്യാമ്പുകൾ, അതുപോലെ തന്നെ മഹായിടവക സംസ്ഥാന തലത്തിൽ 12 ജില്ലകളിലായി നടക്കുന്ന വാർഷിക സമ്മേളനങ്ങൾ, അതുപോലെ ഒരുപാട് വാർഷിക എല്ലാ ജില്ലകളിലും, അതുപോലെ തന്നെ മഹായിടവക സംസ്ഥാന തലങ്ങളിൽ നടത്തപ്പെടുന്ന കലാമേളകൾ, അതുപോലെ വചന പഠനം പ്രോത്സാഹിപ്പിക്കുവാൻ ബൈബിൾ പഠന മികവ് പരിശോധന, അതുപോലെ മറ്റനേകം പരിശീലനങ്ങൾ, മറ്റനേകം സംവാദങ്ങൾ, അതുപോലെ സംഘടനാപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ, ഏതൊരു മഹാമാരിയും വളരെ ചങ്കൂറ്റത്തോടെ നേരിടാൻ പോകുന്ന ധൈര്യമുള്ള ഒരു പറ്റം യുവാക്കൾ, അങ്ങനെ നാളിതുവരെ എല്ലാ പ്രവർത്തനത്തിലും യുവാക്കൾ മുൻപോട്ട് ശക്തമായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ ഉത്തരാധുനിക കാലഘട്ടത്തിൽ നാം യുവജനങ്ങളുടെ ഉത്തരവാദിത്തം 10 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നാം നമ്മുടെ കർമ്മശേഷി പൂർണ്ണമായും സഭയ്ക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി നമുക്ക് ചെലുത്തുവാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമ്രാജ്യ ശക്തികൾക്ക് മുന്നിൽ നമ്മൾക്ക് നീതിയുള്ള ദാസനായി നിലകൊള്ളാൻ കഴിയുകയുള്ളൂ. ഇന്ന് യുവജനജാതായി എനിക്ക് ചിന്തിക്കുവാൻ ലഭിച്ചിരിക്കുന്ന വിഷയം യുവജനങ്ങൾ യേശുവിന്റെ ശുശ്രൂഷകർ, നീതിയുടെ പ്രഘോഷകർ. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വേദഭാഗങ്ങൾ നാം ഇന്നിവിടെ വായിച്ചു കേട്ടു. അപ്പോൾ ഈ വേദഭാഗങ്ങൾ ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ വേദഭാഗങ്ങൾ നാം ഒന്ന് നോക്കുമ്പോൾ ഈ വേദഭാഗങ്ങളിൽ നമുക്ക് ഒരു കോമൺ എലമെന്റ് അത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വേദഭാഗങ്ങൾ ഓരോന്നായി അവലോകനം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആദ്യമായി നാം വായിച്ചു കേട്ട സങ്കീർത്തനം 146 സങ്കീർത്തനം അതിന്റെ 3-ാം വാക്യം ആദ്യത്തെ ഭാഗത്ത് പറയുന്നു, നിങ്ങൾ പ്രഭുക്കന്മാരെ വിശ്വസിക്കരുത്. പ്രഭുക്കന്മാർ, ലോർഡ്സ്, നോബിൾസ്, നൊബിലിറ്റി. ഒരു കാലത്ത് ഫ്യൂഡൽ വ്യവസ്ഥ ആയിരുന്ന സമയത്ത് വളരെയധികം ധനവാന്മാരായിരുന്ന ഒരു കൂട്ടം സമൂഹത്തിൽ അനേകം അടിമകളെ വെച്ച് പുലർത്തിയിരുന്ന മറ്റൊരു കൂട്ടം, ധനത്തിന് പിന്നാലെ പോയിരുന്ന ഒരു കൂട്ടം, അതായിരുന്നു നൊബിലിറ്റി, പ്രഭുക്കന്മാർ. ഈ ഒരു കൂട്ടം പ്രഭുക്കന്മാരെ വിശ്വസിക്കരുത് എന്ന് സങ്കീർത്തനക്കാരൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. അവിടെ ധനത്തിന് പിന്നാലെ പോകുന്നവരെ വിശ്വസിക്കരുത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ നിങ്ങൾ ധനത്തിനെ വിശ്വസിക്കരുത് എന്ന് മറ്റൊരു അർത്ഥവും നമുക്കിവിടെ വ്യാഖ്യാനിച്ച് എടുക്കുവാൻ സാധിക്കും. ധനത്തിന് പിന്നാലെ പോകുന്നതിനല്ല, നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കുക എന്നതിലാണ് പ്രധാനം എന്ന് ആ സങ്കീർത്തനം മുൻപോട്ട് വായിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നു. അപ്പോൾ അവിടെ താഴ്മയുടെ ഒരു മഹത്തായ അനുഭവം നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നു. അതിനുശേഷം നാം വായിച്ചു കേട്ട ലേഖനഭാഗത്ത് ഫിലിപ്പിയർ എഴുതിയ ലേഖനം 2-ാം അധ്യായം 3-ാം വാക്യം മുതൽ 8-ാം വാക്യം വരെ നാം ആ ലേഖനഭാഗത്തെ പരിശീലിക്കുമ്പോൾ 3-ാം വാക്യം മുതൽ അതിന്റെ 8-ാം വാക്യം വരെ ശാഠ്യക്കാർ, ദ്രവ്യമാനക്കാർ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുകയും ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടെ നോക്കേണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ച് ദേശത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെ താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവരായി തീർന്നു. ഇവിടെ സ്വയം താഴ്ത്തേണ്ടതിന്റെ ഒരു ആവശ്യകത ലേഖകൻ നമ്മളോട് പറയുന്നു. ഇവിടെ അതിനൊരു ഉദാഹരണമായി യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ തന്നെ നമുക്ക് കാണിച്ചു തരുന്നു. സ്വന്തം കഴിവിനെ
അതിനെ ഉയർത്തി കാണിക്കാതെ കൂടെയുള്ളവന്റെ കഴിവിനെ അതിൽ വിശ്വസിച്ച് മുൻപോട്ട് പോകുന്ന, സ്വയം താഴ്ത്തി മറ്റുള്ളവരെ ബഹുമാനിക്കേണ്ടുന്ന ഒരു ആവശ്യകതയെ ലേഖകൻ നമുക്ക് ചൂണ്ടിക്കാണിച്ച് നൽകുന്നു. അതുപോലെ യേശുക്രിസ്തുവിന്റെ ജീവിതം ഒരു ഉദാഹരണമായി പരിഗണിക്കുമ്പോൾ തന്റെ പിതാവായ ദൈവത്തിനോട് സമത്വം പ്രാപിച്ചുകൊണ്ട് രാജകീയമായി ഇരിക്കാതെ മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി പുൽക്കൂട്ടിൽ സ്വയം താഴ്മയുടെ അനുഭവത്തിലേക്ക് ഇറങ്ങി വന്ന് പാപികളെ രക്ഷിക്കാൻ ഇറങ്ങി വന്ന ഒരു യേശുക്രിസ്തുവിനെ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമുക്ക് ഒരു ഉദാഹരണമായി കാണിച്ചു നൽകുന്നു. അതിലൂടെ നാം സ്വയം എപ്രകാരം നമ്മെ തന്നെ താഴ്ത്താൻ സാധിക്കും, അല്ലെങ്കിൽ നാം അത് ചെയ്യേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ലേഖകൻ നമ്മോട് പറയുന്നു. അതുപോലെ ഇവിടെ നാം ഓരോരുത്തരും ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കണം എന്ന് ലേഖകൻ പറയുമ്പോൾ സ്വയം താഴ്ത്തുന്ന ക്രിസ്തുവിന്റെ ആ ഒരു ഭാവം അത് എപ്രകാരം നമ്മൾ ആയിരിക്കണം എന്നും പറയുന്നത്. അടുത്തതായി സുവിശേഷ ഭാഗം, വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 42 മുതൽ 45 വരെയുള്ള ഭാഗങ്ങൾ നാം നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, സെബദി മക്കളായ യാക്കോബും യോഹന്നാനും അവന്റെ അടുക്കൽ വന്നിട്ട് യേശുവിന്റെ അടുക്കൽ വന്ന് ഒരു ആവശ്യം പറയുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് യേശുവിന്റെ ഒരു രാജകീയ രീതിയിൽ വലത്തും ഇടത്തുമായി ഞങ്ങളെ ഇരുത്തണം എന്ന് യേശുവിനോട് ആവശ്യപ്പെട്ടു. അവിടെ നാം നോക്കുമ്പോൾ യാക്കോബും യോഹന്നാനും കർത്താവ് യേശു ക്രിസ്തുവിനെ എപ്രകാരമാണ് കൽപ്പിച്ചിരുന്നത്, അല്ലെങ്കിൽ എപ്രകാരമാണ് ഒരു മുൻധാരണയായി തന്റെ മനസ്സിൽ കൽപ്പിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരിക്കലും ഒരു താഴ്മയുടെ അനുഭവത്തിലുള്ള യേശുവിനെ അല്ല സെബദി മക്കളായ യാക്കോബും യോഹന്നാനും അവരെ കണ്ടിരുന്നത്. രാജകീയ രീതിയിൽ വളരെ ആഡംബരത്തോട് കൂടെ ജീവിക്കുന്ന ഒരു യേശു ക്രിസ്തുവിനാണ് അവർ മുന്നിൽ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ യേശു അവരെ തിരുത്തുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ 42 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതിയായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ കിഴവിൽ അങ്ങനെ കരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനല്ല നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുപടിയായി കൊടുക്കാനും അത്രേ വന്നത്. ഈ സുവിശേഷ ഭാഗത്തിൽ വലിയവൻ എപ്രകാരം ചെറിയവനായി മാറണമെന്നും ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവൻ എപ്രകാരം മറ്റുള്ളവരുടെ ശുശ്രൂഷകനായി തീരണം എന്നും യേശുക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. അതിലൂടെ യേശുക്രിസ്തുവിന്റെ ഭാവം, ക്രിസ്തു ഭാവം, മറ്റുള്ളവരെ സേവിക്കുന്നതിലുള്ള ക്രിസ്തു ഭാവം എന്താണെന്ന് യേശുക്രിസ്തു വെളിപ്പെടുത്തുന്നു. മുൻപ് 2-ാം പാഠമായി വായിച്ച ഫിലിപ്പിയറിൽ പറഞ്ഞിരിക്കുന്നു, ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, നാം ക്രിസ്തുഭാവം നമ്മുടെ ജീവിതത്തിൽ ആയിരിക്കണം എന്ന്. അതിനുശേഷം വായിച്ച സുവിശേഷ ഭാവത്തിൽ എന്താണ് ക്രിസ്തുഭാവം എന്ന് സുവിശേഷകൻ നമ്മോട് പറയുന്നു. സ്വയം താഴ്ത്തുക, അത് തന്നെയാണ് ഏറ്റവും വലിയ ക്രിസ്തുവിന്റെ ഭാവം. ഒരു ദാസൻ, യേശുക്രിസ്തുവിന്റെ ദാസൻ എന്ന പേരിന് വിളിക്കപ്പെടുവാൻ യോഗ്യനാവണമെങ്കിൽ നാം മറ്റുള്ളവരിൽ നിന്ന് ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നത് എന്ന ചിന്ത മാറ്റിവെച്ച് സ്വയം താഴ്ത്തി സ്വയം നമ്മെ സമർപ്പണത്തോടെ മുന്നോട്ട് പോകുവാനുള്ള ഒരു ആഹ്വാനമാണ് സുവിശേഷകൻ നമുക്ക് ഇവിടെ നൽകുന്നത്. ഇന്ന് അത്തരത്തിലുള്ള ക്രിസ്തുഭാവം, സ്വയം താഴ്ത്തുന്ന ക്രിസ്തുവിന്റെ ഭാവം നാം യുവജനങ്ങളിൽ എത്രമാത്രം ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടതിന്റെ ആവശ്യകത വളരെ ഏറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നാം സമൂഹത്തിൽ ആയിരിക്കുമ്പോൾ എപ്രകാരം നാം മറ്റുള്ളവരെ സേവിക്കണമെന്നും ഇന്ന് ആ ഒരു സേവനത്തിന്റെ പ്രസക്തി എന്താണെന്ന് നാം ചിന്തിക്കണം. അതാണ് ക്രിസ്തുവിന്റെ ഭാവം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ ഇന്ന് 1-ാം പാഠമായി വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 1 മുതൽ 4 വരെ ആ ഒരു ഭാഗത്ത് എപ്രകാരമാണ് ഒരു ക്രിസ്തുവിന്റെ ദാസൻ ആയിരിക്കണം എന്ന് പറയുന്നത് എന്ന് നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം. പ്രധാനമായും 2 ദർശനങ്ങളാണ് ആ ഒരു ഭാഗത്ത് നൽകിയിരിക്കുന്നത്. ഒന്ന് ചതഞ്ഞ ഓട, 2 പുകയുന്ന തിരി. ആദ്യത്തെ ദർശനം, ദൈവത്തിന്റെ ദാസൻ ഒരിക്കലും ചതഞ്ഞ ഓട ഒഴിച്ചു കളയുകയില്ല. ചതഞ്ഞ ഓട അത് ഒരു സസ്യവിഭാഗമാണ്. അത് ഒരു എന്താ പറയുക, ഒരു കള എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. നമുക്ക് യാതൊരു തരത്തിലുള്ള ഉപകാരവും ലഭിക്കാത്ത ഒരു ചെടിയാണ് അത്.
അത് ചതഞ്ഞ അവസ്ഥയിലിരിക്കുന്ന ആ ഒരു ചെടി നാം എങ്ങനെയാണ് അതിനെ പരിഗണിക്കേണ്ടത് എന്നാണ് ഇവിടെ ഈ വേദഭാഗത്ത് നമുക്ക് ആദ്യത്തെ ദർശനത്തിൽ കാണാൻ സാധിക്കുന്നത്. നാം ഇന്ന് ഒരു ഉപയോഗമില്ലാത്ത ചെടി നമ്മളുടെ പറമ്പിലോ മറ്റോ കാണുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനെ നീക്കം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക തന്നെ ചെയ്യും. പക്ഷെ ഇവിടെ ക്രിസ്തുവിന്റെ ദാസൻ എപ്രകാരമാണ് അതിനെ ചെയ്യേണ്ടത് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, ചതഞ്ഞിരിക്കുന്ന ഓട അവൻ അതിനെ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കും. എപ്രകാരമാണ് ആ ഒരു സസ്യത്തിന് വീണ്ടും അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് ആകുവാൻ സാധിക്കുന്നത്? എപ്രകാരമാണ് യാതൊരു ഫലവും ലഭിക്കാത്ത ഒരു മനുഷ്യയായിരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും അതിനെ പുനഃസ്ഥാപിച്ച് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കാൻ സാധിക്കുക? ആ ഒരു രീതിയായിരിക്കും ക്രിസ്തുവിന്റെ ദാസൻ അവിടെ ചിന്തിക്കുന്നത്. ഇവിടെ നാം ഈ ചതഞ്ഞ ഓടയെ സമൂഹവുമായി സാദൃശ്യപ്പെടുത്തി വായിക്കുമ്പോൾ നാം നമ്മുടെ ചുറ്റും ഇന്ന് അനേകമായും ആൾക്കാരെ കാണുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ മറ്റുള്ളവരെ ഉപദ്രവിച്ചു, മറ്റുള്ളവർക്ക് യാതൊരു ഉപകാരപ്രദവുമല്ലാതെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നു. നാം പലപ്പോഴും അങ്ങനെയുള്ളവരെ പരിഗണിക്കാൻ പോലുമില്ല. എന്നാൽ അവിടെ ഒരു ക്രിസ്തുവിന്റെ ദാസൻ എന്ന രീതിയിൽ നിലകൊള്ളുന്ന വ്യക്തി അവരെ മനുഷ്യ സ്നേഹിയെ അവരെ മാറ്റി അവരെ ചേർത്ത് പിടിച്ച് അവരെ വീണ്ടും സമൂഹത്തിൽ പുനഃസ്ഥാപിച്ച് വീണ്ടും സ്നേഹമുള്ളവരെ മാറ്റുക. ക്രിസ്തുവേശുവിന്റെ സ്നേഹത്തിന്റെ ക്രിസ്തുഭാവം അവരിലേക്ക് പകർന്നു നൽകുവാൻ ശ്രമിക്കുക. അതാണ് ചതഞ്ഞോടയുടെ ഒന്നാമത്തെ ദർശനം. രണ്ടാമത്തെ ദർശനം പുകയുന്ന തിരി. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു തിരി എപ്പോഴാണ് പുകയുന്നത്? പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ടാവും. ഒന്ന്, അതിലേക്ക് ശക്തിയായി കാറ്റ് വീശുമ്പോൾ തീ കെട്ടുപോയി പോവുകയാണ്, അല്ലെങ്കിൽ അതിന് ലഭിക്കേണ്ടുന്ന എണ്ണ ലഭിക്കാതെ വരുമ്പോൾ ആ തിരി കെട്ടുപോകാം. ഈ രണ്ട് സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ ഒരു തിരി പുകയാൻ ആരംഭിക്കും. അങ്ങനെ പുകയുന്ന തിരി ഒരിക്കലും എടുത്തിക്കളയാത്ത ഒരു വ്യക്തിയാണ് ക്രിസ്തുവിന്റെ ദാസൻ. ഈ ഒരു ഭാഗം നാം സമൂഹവുമായി ബന്ധപ്പെടുത്തി വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇന്ന് പുകയുന്ന തിരി ചതഞ്ഞോടെ എപ്രകാരം നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അനേകം ആയിരം ആളുകൾ നമുക്ക് ഇന്ന് കാണുമ്പോൾ നാം വചനം പറയുമ്പോൾ അത് എപ്രകാരം മറ്റുള്ളവരിലേക്ക് എത്തുന്നു എന്ന് യുവജനങ്ങളായിരിക്കുന്ന നാം ചിന്തിക്കേണ്ടത് വളരെ ആവശ്യകരമാണ്. എപ്രകാരം പുകയാൻ ആരംഭിക്കുന്ന ഒരു തീ ആയിരിക്കുന്ന ഒരുപാട് വ്യക്തികൾ നമുക്ക് നമ്മുടെ ചുറ്റുമുണ്ടാകും. നാം വചനം പറയുന്ന അവസരത്തിൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുവാൻ, സമൂഹത്തിൽ വീണ്ടും പഴയ സ്ഥിതിയിൽ എത്തിച്ചേരുവാൻ അവർക്ക് വേണ്ടുന്നതെല്ലാം നൽകി കൊടുക്കുക എന്നതാണ് ക്രിസ്തുവിന്റെ ദാസൻ ആയിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യേണ്ടത്. അതുപോലെ ഈ രണ്ട് ദർശനങ്ങളാണ് പ്രധാനമായും യെശയ്യാ പ്രവാചകൻ പങ്കുവയ്ക്കുന്നത്. ഒന്ന് ചതഞ്ഞ ഓട, രണ്ട് പുകയുന്ന തീ. അതുപോലെ തന്നെ മറ്റ് ചെറിയ ചില ദർശനങ്ങളും യെശയ്യാ പ്രവാചകൻ ഇവിടെ പറയുന്നുണ്ട്. അവൻ നിലവിളിക്കുകയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതിയിൽ തന്നെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. അപ്രകാരം ജാതികളെ പോലെ ജൽപ്പനം ചെയ്യാതെ, തെരുവീതികൾ നിലവിളി ഉണ്ടാക്കാതെ തന്നെ യേശുവിനോടുള്ള, കർത്താവിനോട്, ദൈവത്തോടുള്ള നിത്യമായ ഒരു അഗാധമായ ബന്ധത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു വ്യക്തിയായിരിക്കണം ക്രിസ്തുവിന്റെ ദാസൻ എന്ന് നമുക്ക് യെശയ്യാ പ്രവാചകൻ പറഞ്ഞു നൽകും. ഇന്ന് നാം ഈ വാക്കുകൾ എത്രമാത്രം നീതിയുള്ള, കഷ്ടപ്പെടുന്ന ദാസനുമായി സാദൃശ്യപ്പെട്ടിരിക്കുന്നു എന്ന് നാം ചിന്തിക്കണം. നാം എത്രമാത്രം ഇന്ന് ക്രിസ്തുവിനെ അറിഞ്ഞു ജീവിക്കുന്നു, അല്ലെങ്കിൽ ചതഞ്ഞ ഓടയെ നാം എത്രമാത്രം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പുകയുന്ന തിരിയെ നാം എത്രമാത്രം ഇന്ന് കെടുത്തിക്കളയാതിരിക്കാൻ ശ്രമിക്കുന്നു. വളരെ വിരളമായിരിക്കും അതിന്റെ ഉത്തരവ്. കാരണം ഇന്ന് ലോകം ലൗകികമായ കാര്യങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാത്തിനുപരി സമയമില്ലാത്ത ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവാക്കൾ നീതിയുള്ള ദാസന്മാരായി ഇരിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ന് വളരെ പ്രസക്തമാണ്. നാം വായിച്ച സങ്കീർത്തനം 146 സങ്കീർത്തനത്തിന് 8-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യഹോവയുടെ സ്നേഹം നമുക്ക് ലഭിക്കുന്നു എങ്കിൽ നാം നീതിയുള്ളവരായിരിക്കണം. അതുകൊണ്ട് തന്നെ നീതിയുള്ള ദാസന്റെ പ്രതിഫലം എന്താണ് എന്ന് നാം പലപ്പോഴും ചിന്തിക്കുമ്പോൾ ചതഞ്ഞ ഓടയെ ഒടിച്ചു കളയാത്ത, പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്ത ഒരു നീതിയുള്ള ദാസൻ അവനെ ലൗകികപരമായി നോക്കുമ്പോൾ തീർത്തും പ്രതിഫലം കുറവായിരിക്കും. എങ്കിലും യേശുവിന്റെ സ്നേഹത്താൽ അവന് പ്രതിഫലം ലഭിക്കുന്നു.
അവൻ മറ്റുള്ളവരുടെ കണ്ണിൽ താഴ്ന്നവനാണെങ്കിലും അല്ലെങ്കിൽ സമൂഹത്തിൽ വരെ വളരെ താഴ്ന്ന ലെവൽ ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും യേശുവിന്റെ സ്നേഹത്താൽ അവൻ ഉയർത്തപ്പെടുന്നു. ഇന്ന് നാം നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തേണ്ടതിന്റെ ആവശ്യകത നാം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ജർമ്മൻ ലൂഥറൻ ചർച്ചിന്റെ പുരോഹിതൻ ആയിരുന്ന മാർട്ടിൻ നെയ്മോളർ ഒരു പ്രസ്താവന പറഞ്ഞൊരു പ്രസ്താവന എനിക്ക് ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. First they came for the socialist, and I did not speak out because I was not a socialist. Then they came for the Jews, and I did not speak out because I was not a Jew. And finally they came for me, and then there was no one left to speak for me. ആദ്യം സോഷ്യലിസ്റ്റുകളെ തേടി വന്നു. സോഷ്യലിസ്റ്റുകളെ വധിക്കുവാൻ അതുപോലെ സാമ്രാജ്യത്വ ശക്തികൾ സോഷ്യലിസ്റ്റുകളെ ഇല്ലാതാക്കാൻ വന്നു. അന്ന് ഞാനൊരു സോഷ്യലിസ്റ്റ് അല്ല എന്ന കാരണത്താൽ ഞാൻ മിണ്ടാതെയിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചില്ല. അതിനാൽ അവർ സോഷ്യലിസ്റ്റുകളെ എല്ലാം കൊണ്ടുപോയി. പിന്നീട് അവർ യഹൂദന്മാരെ വധിക്കുവാൻ വന്നു. യഹൂദന്മാർ അവർ യഹൂദന്മാരെ വധിക്കുവാൻ കൊണ്ടുപോയപ്പോൾ ഞാനൊരു യഹൂദനല്ല, അതുകൊണ്ട് ഞാനതിനെ പേടിക്കണം എന്ന കാരണത്താൽ ഞാൻ അന്നും മിണ്ടാതിരുന്നു. ഏറ്റവും കൂടുതൽ അവർ എന്നെ തേടി വന്നു. അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദം ഉയർത്താൻ അവിടെ ആരും തന്നെ അവശേഷിച്ചിരുന്നില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹത്തിൽ നാം മറ്റുള്ളവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തേണ്ടതിന്റെ ആവശ്യകത വളരെ പ്രസക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ജീവിതകഥ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗത്തിൽ നിന്നും വിരമിക്കുവാൻ ആഗ്രഹിക്കുന്നു. അർജന്റീന യുവാക്കളായ രണ്ടുപേരുടെ ജീവിതകഥയാണ് എനിക്ക് പറയാനുള്ളത്. എർണസ്റ്റോ ഗവാരയും ആൽബർട്ടോ ബ്രിനാഡയും. അവർ രണ്ടുപേരും എർണസ്റ്റോ ഗവാര ഒരു അർജന്റീനിയൻ ഡോക്ടറായിരുന്നു. ആൽബർട്ടോ ബ്രിനാഡ ഒരു ബയോകെമിസ്റ്റ് ആയിരുന്നു, ബയോളജിക്കൽ പരമായ ശാസ്ത്രജ്ഞനായിരുന്നു. എർണസ്റ്റോ ഗവാര തന്റെ വൈദ്യ പഠനത്തിന് ശേഷം ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ടുള്ള ആ ഒരു സമയത്ത് ഒരു യാത്ര പോകുവാൻ തീരുമാനിക്കുന്നു. ആ യാത്ര അവർ ഒരു ബൈക്കിൽ പോകുവാൻ, ഈ രണ്ടുപേർ ഒരു ബൈക്കിൽ പോകുവാൻ തീരുമാനിക്കുന്നു. തന്റെ ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് താൻ ജീവിക്കുന്ന രാജ്യത്തെ പറ്റിയും അവിടെയുള്ള ജനങ്ങൾ എപ്രകാരം ജീവിക്കുന്നു എന്നതിനെ പറ്റി ഒരു ബോധം ലഭിക്കുവാൻ വേണ്ടിയായിരുന്നു ആ യാത്ര എന്നവർ മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്രകാരം അവർ യാത്ര തിരിക്കുന്നു. യാത്ര തുടങ്ങുന്നതിന് മുൻപായി എർണസ്റ്റോ ഗവാര തന്റെ കാമുകിയെ പോയി സന്ദർശിക്കുന്നു. അപ്പോൾ ആ കാമുകി കുറച്ച് പണം നൽകിയിട്ട് പറയുന്നു, മടങ്ങി വരുമ്പോൾ എനിക്ക് ഒരു വളരെ വില കൂടിയ ഒരു കമ്പിളി വാങ്ങിച്ചുകൊണ്ട് തരണമെന്ന്. അദ്ദേഹം അന്ന് അത് സമ്മതിക്കുന്നു. ഇരുവരും യാത്ര തുടങ്ങുന്നു. മുൻപോട്ടുള്ള യാത്രയിൽ വളരെ ക്ലേശകരമായ പല അനുഭവങ്ങളും ഇരുവർക്കും നേരിടുന്നു. അന്നത്തെ വളരെ ഐതിഹ്യമായ ഒരു വാഹനത്തിലാണ് അവർ സഞ്ചരിച്ചത്. നോട്ടൺ 500 എന്ന് പറയുന്ന ആ ഒരു വാഹനം, ഒരു ബൈക്കിലായിരുന്നു അവർ യാത്ര ചെയ്തത്. മുൻപോട്ടുള്ള യാത്രയിൽ പലതവണ ആ വാഹനം അപകടത്തിൽപ്പെട്ടു. പിന്നീട് മുൻപോട്ട് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ ആ വാഹനം എത്തുന്നു. തന്റെ കൂടെയുള്ള ആൽബർട്ടോ ബ്രിനാഡ എർണസ്റ്റോ ഗവാരയോട് പറയുന്നു, നിന്റെ കാമുകി തന്ന പൈസ നീ തരും, അത് വെച്ച് നമുക്ക് ഈ വാഹനം ശരിയാക്കാം, അതിലൂടെ നമുക്ക് വീണ്ടും യാത്ര തുടരുവാൻ സാധിക്കും, എനിക്ക് മുൻപോട്ടുള്ള യാത്ര വളരെ ക്ലേശകരമായിരിക്കുമെന്ന്. പിന്നീട് പക്ഷേ അദ്ദേഹം അത് നിരസിക്കുന്നു. പിന്നീട് പട്ടിണി അടയ്ക്കുന്ന സാഹചര്യത്തിൽ വരുമ്പോൾ പോലും ആ പണം എടുക്കാൻ അയാൾ മുതിരുന്നില്ല. അങ്ങനെ വാഹനം നഷ്ടപ്പെടുന്നു, അവർക്ക് വാഹനം വിൽക്കേണ്ടി വരുന്നു. പിന്നീട് അവർ യാത്ര നടന്നു പോകുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ നടന്നു മുൻപോട്ടുള്ള യാത്രയിൽ അവർ പലതരത്തിലുള്ള മനുഷ്യന്മാരുമായി ഇടപെടുന്നു. ഒരു ഫാക്ടറിയിലെ കുറച്ച് തൊഴിലാളികളുമായി അവർക്ക് ഒരു രാത്രി പങ്കിടേണ്ടി വരും. അങ്ങനെ ആ രാത്രിയിൽ അവർ പങ്കിടുമ്പോൾ ആ ഫാക്ടറി തൊഴിലാളികൾ നേരിടുന്ന കഷ്ടപ്പാടുകളെ പറ്റി അവർക്ക് ആ ഫാക്ടറി തൊഴിലാളികൾ അവരോട് പറയുന്നു. തൊട്ടടുത്ത ദിവസം ആ ഫാക്ടറി തൊഴിലാളികൾ പറഞ്ഞ സങ്കടകഥകൾ കേട്ട് വിഷമിച്ച് ഇരുവരും ഇതിന്റെ ഓണേഴ്സിനെ പോയി കാണുന്നു. അവരുമായി വഴക്കുണ്ടാക്കുന്നു. പക്ഷേ അന്നവർക്ക് ആ ഒരു സമരത്തിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ തന്റെ കമ്പനി മേടിക്കാൻ തന്ന ആ കുറച്ച് പൈസ അവിടുത്തെ തൊഴിലാളികൾക്ക് വീതിച്ചു കൊടുത്തതിന് ശേഷമാണ് ഇവർ അവിടുന്ന് വീണ്ടുമുള്ള യാത്ര തുടർന്നത്. പിന്നീടുള്ള യാത്രയിൽ അവർ സാൻ കാർലോ എന്ന് പറയുന്ന ആമസോൺ നദിയുടെ തീരത്തുള്ള
ഒരു ലെപ്രസി ഹോസ്പിറ്റൽ, കുഷ്ഠരോഗികളെ ചികിത്സിക്കുന്ന ആശുപത്രിയിൽ എത്തുന്നു. ആ ആശുപത്രിയെ പറ്റി പറയുകയാണെങ്കിൽ ആമസോൺ നദിയുടെ ഇരു കരകളിലുമായിട്ടാണ് ആ ആശുപത്രി സ്ഥിതി ചെയ്യുന്നത്. ഒരു കാര്യം അതിനെ ശുശ്രൂഷിക്കപ്പെടേണ്ട കുഷ്ഠരോഗികളാണെങ്കിൽ അതിന് അപ്പുറത്തെ കരയിലാണ് ചികിത്സിക്കാനുള്ള ഡോക്ടർമാർ താമസിക്കുന്നത്. ഡോക്ടർമാർ ഒരു വട്ടത്തിന് പേരിൽ ഒരാൾ മാത്രം അപ്പുറത്ത് പോയി കുഷ്ഠരോഗികളെ ചികിത്സിച്ച് ഇപ്പോൾ പൂർണ്ണമായി അതുപോലെ വളരെ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ സ്വീകരിച്ചാണ് അവർ പോയിരുന്നത്. അമേരിക്കയാണ് ആൽബർട്ടോ മുന്നാളെയും ഏണസ്റ്റോ ഗെവാരയും ഇവിടെ എത്തുന്നത്. ഇവർ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ളവരായതിനാൽ അല്പനാൾ ഇവിടെ ജോലി ചെയ്യുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവർ ഇവിടെ ജോലി ചെയ്യാൻ ആരംഭിക്കുന്നു. മറ്റുള്ള ഡോക്ടർമാരിൽ നിന്നും വളരെ വ്യത്യസ്തമായി അവിടെയുള്ള രോഗികൾ ഇവരെ കണക്കാക്കി. കാരണം ഡോക്ടർമാരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് കൂടുതലായും അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ ചെലവഴിച്ചിരുന്നതെങ്കിൽ ഇവർ രണ്ടുപേരും കൂടുതൽ രോഗികളുടെ കൂടെയായിരുന്നു ചെലവഴിച്ചിരുന്നത്. രോഗികൾക്ക് തീർത്തും ഉന്മാദം നൽകുന്ന, അവർക്ക് വിനോദങ്ങൾ പകർന്നു നൽകി അവരുടെ ഒപ്പം ഇരുന്ന് കഴിച്ചും അവരുടെ ഒപ്പം കളിച്ചും ഇവർ സമയം ചെലവഴിച്ചു. അതിനാൽ അവിടെയുള്ള രോഗികൾക്ക് വളരെ പ്രിയപ്പെട്ടവരായി ഇവർ മാറിക്കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഏണസ്റ്റോ ഗെവാരയുടെ ജന്മദിനം ആയിരുന്നു. ഒരു ദിവസം അന്ന് ഡോക്ടർമാരുടെയും ഹെഡ്ക്വാർട്ടേഴ്സിൽ വലിയ ആഘോഷമുണ്ടായിരുന്നു. ഇവർ ഇപ്രകാരം രോഗികളുമായി ഇടപെടുന്നതിനാൽ ഇവർ വളരെ ഫേമസ് ആയി മാറിപ്പെട്ടു. അങ്ങനെ ഈ ബർത്ത്ഡേ പാർട്ടി ഒരുപാട് ആൾക്കാർ വരികയും വളരെ ദൂർത്ത് ആയ രീതിയിൽ ഇവർ ആഘോഷിച്ചു. പക്ഷേ ഏണസ്റ്റോ ഗെവാരയ്ക്ക് തന്റെ ജന്മദിനാഘോഷം ഇങ്ങനെ നടത്താനായിരുന്നില്ല. അദ്ദേഹം തന്റെ സഹചാരിയായ ആൽബർട്ടോ മുന്നാളോട് പറയുന്നു, ഈ ഡോക്ടർമാരോടൊപ്പം ചെലവഴിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ ആമസോണിന്റെ അപ്പുറത്തുള്ള രോഗികളുടെ കൂടെ, ആ പച്ച മനുഷ്യന്മാരുടെ കൂടെ എനിക്ക് ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു രാത്രി സമയത്താണ് അവർ ഈ തീരുമാനം എടുക്കുന്നത്. പക്ഷേ ആമസോണിന് മുന്നിൽ അവിടെ വളവും ചെങ്ങാടം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രാത്രി അത് ആമസോൺ ക്ലോസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അന്ന് ഏണസ്റ്റോ ഗെവാര ആ ആമസോൺ നദി നീന്തി അപ്പുറത്ത് കയറി. ലോകത്തിലെ തന്നെ ഏറ്റവും വീതി കൂടിയ നദിയാണ് ആമസോൺ. താൻ തന്റെ ജന്മദിനാഘോഷം എപ്രകാരമായിരിക്കണമെന്ന് താൻ തീരുമാനിച്ചതിനാൽ ആ പച്ച മനുഷ്യന്റെ കൂടെ ആയിരിക്കണമെന്ന ഒരു തീരുമാനത്താൽ അദ്ദേഹം ആ ആമസോൺ നദി നീന്തി ആ രോഗികളോടൊപ്പം ചെലവഴിക്കുന്നു. പിന്നീട് ഒരുപാട് സമരങ്ങൾക്ക് ആ ഇരുവരും സാക്ഷ്യം വഹിക്കുന്നു. ഒരുപാട് തൊഴിലാളി സമരങ്ങൾക്ക് ഇരുവരും പങ്കുചേരുന്നു. അപ്രകാരം മനുഷ്യസ്നേഹിയായിരുന്ന രണ്ടുപേരായിരുന്നു ആൽബർട്ടോ മുന്നാൾ, ഏണസ്റ്റോ ഗെവാര. ഏണസ്റ്റോ ഗെവാര ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മിഡിൽ നെയിം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. ഏണസ്റ്റോ ഷേ ഗെവാര, മലയാളത്തിൽ ചെഗുവേര. അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി എപ്രകാരം ആണ് ജീവിച്ചത് എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നാം യുവാക്കൾ ആയിരിക്കുന്ന സമയത്ത് എപ്രകാരം മറ്റുള്ളവരെ കരുതണം, എപ്രകാരം മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാകും. സാമ്രാജ്യത്തെ ശക്തികൾക്ക് പിന്നാലെ പോകുന്നതിലല്ല, മറിച്ച് ലൗകികമായ കാര്യങ്ങളിൽ പോകുന്നതല്ല, മറിച്ച് മനുഷ്യസ്നേഹിയായിരിക്കുന്നതിലാണ് കാര്യങ്ങൾ ഇന്ന് പഠിപ്പിച്ച അനേകം വ്യക്തിത്വങ്ങളാണ് നമ്മുടെ ചുറ്റും ഇന്ന് കാണുന്നത്. ഈ നാടിലെ സാമ്രാജ്യത്തെ ശക്തികളെ നശിപ്പിക്കേണ്ടതിന്റെ ചുമതല നട്ടൽ പണയം വെച്ച നേതാക്കന്മാർക്കല്ല, മറിച്ച് ഈ നാടിനെ ജീവൻ തുടിക്കുന്ന യുവത്വത്തിനാണ്. അതിനാൽ തന്നെ നീതിയുള്ള പോരാളികളായി, നീതിയുള്ള ദാസന്മാരായി, ദൈവത്തിന്റെ ദാസന്മാരെ നിലകൊള്ളുവാൻ ദൈവം നമ്മുടെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസ പ്രസംഗയുടെ അസ്വസ്ഥ വിശ്വാസ പ്രമാണത്തിന്റെ ഭാഗങ്ങളിലേക്ക് വരാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ പ്രതിപാദിക്കപ്പെട്ട് ജനിച്ച് അവൻ പാതാളത്തിലേക്ക് കയറി മത്സരത്തിലേക്ക് കയറി സർവശക്തി പിതാവായ അവിടെ നിന്ന് വിശ്വസിക്കുന്ന സംസർഗത്തിലും ശരീരത്തിലും വിശ്വസിക്കാം. ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിച്ചുകൊള്ളട്ടെ.
പ്രത്യേക അറിയിപ്പ്. 2020 സെപ്റ്റംബർ മാസം 15-ാം തീയതി കൂടിയ മഹായിടവക സ്പെഷ്യൽ കൗൺസിൽ വെച്ച് റവറൻഡ് ഡോക്ടർ സാബു കെ ചെറിയാൻ, റവറൻഡ് നെൽസൺ ചാക്കോ എന്നിവരെ ബിഷപ്പ് സെലക്ഷൻ പാനലിലേക്ക് തെരഞ്ഞെടുത്തതായി അറിയിച്ചുകൊള്ളുന്നു. ഈ കൗൺസിലിനെ കുറിച്ച് മേൽപ്പറഞ്ഞ അച്ഛന്മാരെ കുറിച്ച് എന്തെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ഒക്ടോബർ മാസം 25-ാം തീയതിക്ക് മുമ്പായി സിനഡ് സെക്രട്ടറിയെ രേഖാമൂലം അറിയിക്കേണ്ടതാണ് എന്ന് പരസ്യപ്പെടുത്തുന്നു. ഇന്ന് മഹായിടവക യുവജന പ്രസ്ഥാനമായി ആചരിക്കപ്പെടുകയാണല്ലോ. ഈ പ്രത്യേക സാഹചര്യങ്ങളിൽ ഡെപ്യൂട്ടേഷൻ ക്രമീകരണം അതത് ദേവാലയങ്ങളിലാണ് ക്രമീകരിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ ആ ഒരു ക്രമീകരണമാണ് ചെയ്തിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരുടെ ശുശ്രൂഷ നിർവഹിച്ച് ജോലിനോടുള്ള നന്ദി എല്ലാവരുടെയും പേരിൽ അറിയിച്ചുകൊള്ളട്ടെ. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ 1914 നമ്മുടെ യുവജന പ്രസ്ഥാനം ആരംഭിച്ചത്. ബിഷപ്പ് ബിൽ തിരുമേനിയായി സ്ഥാപിതമായ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണല്ലോ. 1967 മുതൽ ആന്ധ്രയിലെ മുഗലപ്പള്ളിയിൽ നാം ഒരു മിഷണറി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ സംഭാവനകൾ അതിനുവേണ്ടി നൽകുവാൻ എല്ലാവരും സഹായിക്കണമേ എന്ന് ഓർമ്മിച്ചോളട്ടെ. പ്രത്യേകിച്ച് ഈ നാളുകളിൽ നാം ഭവനങ്ങളിൽ ഇരുന്നാണല്ലോ ആരാധനയിൽ സംബന്ധിക്കുന്നത്. കഴിയുന്നതും ആൾക്കാർക്ക് ദേവാലയത്തിൽ കടന്നു വരുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ സംഭാവനകൾ നൽകുന്നത് വളരെ പരിമിതമായി തീർന്നിരിക്കുകയാണ്. വിഷയപ്രവർത്തനങ്ങളിൽ പതിവായി നാം സഹകരിക്കാറുള്ളതാണല്ലോ. എല്ലാ വിഷയപ്രവർത്തനങ്ങളിലും വേണ്ടുന്ന സഹകരണങ്ങൾ നൽകുവാൻ എല്ലാവരും സഹായിക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മിച്ചോളട്ടെ. ഈ ആഴ്ചയിൽ പിറന്ന വിവാഹവാശി വന്ന പേരുകൾ വായിക്കട്ടെ. എൽസി തോമസ് പുതിച്ചിറ, സുജാസാറ ക്രൂസ് പുതിച്ചിറ പേടയിൽ, സ്നേഹ സൂസൻ സോണി കേരളത്തിൽ, ചാണ്ടി തുളസി കൈകളിമാരിൽ, ജോയൽ ഷീൽ ജോർജ് ശാസ്ത്ര കോയിക്കൽ, കുഞ്ഞമ്മ എബ്രഹാം പുതിച്ചിറ ഗ്ലോബില്ല, നിജിൽ എബ്രഹാം തോമസ് പുതിച്ചിറ വിവാഹവാശി ഷീന കൺസിപ്പാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, സൗഖ്യപിതാവേ, ഞങ്ങളുടെ നാളുകളോട് നാളുകൾ കഴിയുന്നത് അവിടുത്തെ കൃപകൊണ്ടെന്ന് മാത്രം മനസ്സിലാക്കി നന്ദിയുടെ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുവാനെ സ്തുതിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ വായുസ്ഥിതി ലഭിക്കുന്ന അവസരങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ദൈവമേ, ആഴ്ച ജന്മദിനം ആഘോഷിച്ച എല്ലാവരെയും വിവാഹവാർഷികം ആഘോഷിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വർഷകാലം അവരുടെ ജീവിതത്തിൽ നൽകിയ എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. പുതിയ വർഷം അനുഗ്രഹത്തിന്റെ വർഷമാക്കി തീർക്കണമേ. സങ്കീർത്തനക്കാരനോട് ചേർന്ന് എൻമനമേ ഹോവയെ വാഴ്ത്തി സർവാന്തരങ്ങളെ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തി എൻമനമേ ഹോവയെ വാഴ്ത്തി അവന്റെ ഉപകാരങ്ങളെന്ന് മറക്കണമെന്ന് പറഞ്ഞ് ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ സ്തുതിപ്പാൻ അവിടുന്ന് സഹായിക്കണമേ. ദൈവസ്ഥാനത്ത് തന്റെ മക്കളോട് കൂടിയുള്ളവരെ പരിപാലിക്കണമേ. വിവാഹവാർഷികമാഘോഷിക്കലോർക്കും പ്രാർത്ഥിക്കുന്നവരെ അനുഗ്രഹിക്കണം. കുടുംബമായി പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന്റെ സാന്നിധ്യം നിറയ്ക്കണമേ. തലവണക്കിരിക്കുന്ന ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് മെസ്സിക്കാമലയുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്റെ നാമം സ്തുതിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങൾക്കാരുടെ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷകൾക്കാതെ ദുഷ്ടങ്ങളെ നിർവഹിക്കണമേ. രാജ്യത്തിന്റെ ശക്തി മഹത്വം ദൈവമുള്ള പ്രത്യേകപേക്ഷ മഹാകണ്ഠനായി അയച്ചു ഞങ്ങൾ വലിയവാനുവാനിച്ചിരിക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് ശുശ്രൂഷക്കാരനാകണമെന്ന് പഠിപ്പിച്ച നിന്റെ കരുതലായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ ഭാവം തന്നെ ഞങ്ങൾക്ക് നൽകി നീതിക്കായി കഷ്ടതയിൽക്കുവാനും പരസ്പര സ്നേഹത്തിൽ ശുശ്രൂഷ ചെയ്യുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് നിന്നോട് പരിശുദ്ധാത്മാവിനോടും കൂടെ ദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനത്തിന്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവരുമായ ദൈവമേ, നിന്നെ അറിയുന്നതിനെയാണ് നിന്റെ ജീവനിലേക്ക് നിന്നെ സേവിക്കുന്നതും പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിനും ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുതാക്കളൊക്കെ താഴ്ന്നുള്ള ദാസനായ ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായി നമുക്ക് അപേക്ഷിക്കാം.
സർവശക്തനായ കർത്താവേ, നിന്റെ ദൈവമേ, നിന്റെ മഹാശക്തിയുള്ള സംരക്ഷണം കൊണ്ട് ഞങ്ങൾ ഇവിടെ എന്നേക്കും ശരീരത്തിൽ ആത്മാവിൽ പാലിക്കപ്പെടേണ്ടതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ശരീരങ്ങളെയും നിർമ്മാണങ്ങളുടെ വഴികളിൽ നിന്റെ കൽപ്പനകൾക്ക് കർമ്മങ്ങളിൽ നമുക്ക് ശുദ്ധീകരിച്ച് പരിപാലിഷ്ടം തോന്നണമെന്ന് ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം നമുക്ക് വേർതിരിക്കാം. ഒരു വിശുദ്ധ ദിവസം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ദൈവം നൽകിയ അവസരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യാം. പുതിയൊരു മാസത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ നാം ആയിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ 9 മാസം ദൈവത്തിൽ നിന്ന് ലഭിച്ച എല്ലാ നന്മകൾക്കും കരുണകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. യുവജനയായി ആഴ്ച നാം ആചരിക്കപ്പെടുമ്പോൾ യുവജന പ്രസ്ഥാനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാൻ നേതൃത്വം നൽകുന്ന എല്ലാ നിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിലുള്ള എല്ലാ യുവജന അംഗങ്ങളെയും ഓർത്ത് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. ദൈവാശ്രയത്തിലും ദൈവഭയത്തിലും ദൈവകൃപയിലും യൗവനത്തിലെ സൃഷ്ടാവിനെ അറിഞ്ഞ് ജീവിപ്പാൻ ദൈവമേ അവിടുന്ന് ഓരോരുത്തരും ഇടയാക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തെറ്റായ കൂട്ടുകെട്ടിലോ ലോകചിന്തയിലോ അകപ്പെടാതെ ദൈവനീതിക്കായി, സഹോദര സ്നേഹത്തിനായി, മറ്റുള്ളവരെ കരുതുന്നവരായി ഇരിക്കുവാൻ ദൈവമേ അവിടുന്ന് ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ദിവസത്തിൽ നോക്കാം. രോഗത്താലോ ഭാരത്താലോ പ്രയാസത്താലോ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, പറയാൻ കഴിയാത്ത വേദനകളാൽ ലഭിക്കുന്നവർ, പലവിധമായ പ്രയാസങ്ങളാൽ ഭാരപ്പെടുന്നവർ എല്ലാവരെയും നമുക്ക് ദിവസത്തിൽ ലോകത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് രോഗഭീതി നേരിടുന്ന നാളുകളിൽ ദേവാലയത്തിൽ കടന്നു വരുവാനോ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളായിരിക്കും എല്ലാ പേരുകളും നമുക്ക് അവരായിരിക്കുന്നിടങ്ങളിൽ ദൈവനെ സൂക്ഷിക്കണമേ, പരിപാലിക്കണമേ, വഴി നടത്തണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ കൂടിവരവുകൾ, നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ഇടയാക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വേണ്ടി പ്രാർത്ഥിക്കാം. ദേശിനെ ഓർത്ത് സ്തോത്രം ചെയ്യാം. പട്ടത്ത സമൂഹത്തെ ഓർക്കാം. സുവിശേഷ വേദിയിലായിരിക്കുന്ന എല്ലാ പേരുകളെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുവാനായി ഒരുങ്ങിയിരിക്കുന്ന ആളുകളിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്നവർ നേതൃത്വത്തിലേക്ക് കടന്നു വരുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭയുടെ ഭാവി ദൈവസന്നിധിയിലാണല്ലോ. ദൈവത്തിന്റെ കരുതൽ, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലാകാലങ്ങളിൽ സഭയ്ക്ക് നൽകുന്ന നേതൃത്വത്തിനായി തീരുവാൻ ദൈവയും പ്രാവശ്യവും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുന്ന നേതൃത്വത്തിലേക്ക് കടന്നു വരുവാൻ അതിന് ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ നോക്കാം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ അവസ്ഥകൾ എല്ലാം അറിയുന്ന ദൈവം നമ്മെ പരിപാലിക്കാൻ മതിയായവരാണല്ലോ. ആ ദൈവങ്ങൾ അനുഭവിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, പലവിധമായ പ്രയാസങ്ങളായിരിക്കുന്നവർ, വേർപാടിന്റെ ദുഃഖങ്ങളായിരിക്കുന്നവർ, ഹൃദയവേദനകളാൽ ഭാരപ്പെടുന്നവർ, എല്ലാ അവസ്ഥയിലുള്ളവരെയും നമുക്ക് ദൈവസന്നിധിയിൽ നോക്കാം. പ്രത്യേകിച്ച് ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ നിന്റെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ദേവാലയത്തിൽ നിന്നും ഭവനങ്ങളിൽ നിന്നും മാധ്യമങ്ങളായി ഈ ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ നിന്റെ മക്കളെ ദൈവസന്നിധിയിൽ ഓർക്കാം. അവരുടെ ആവശ്യങ്ങൾ ദൈവത്തിന്റെ കാര്യം കൂടിയുണ്ട്. അവരെ അനുഗ്രഹിക്കണമേ, പരിപാലിക്കണമേ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ ആഗ്രഹപ്രകാരം അവരുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ക്രമപ്പെടുത്തുവാൻ ദൈവം അവരെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സഭയിലെ എല്ലാ സംഘടനകളോട് പ്രാർത്ഥിക്കാം. യുവജന സംഘത്തിനായി, ആത്മായ സംഘടനയ്ക്കായി, ഗായക സംഘത്തിനായി, യുവജന സംഘത്തിനായി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സദസ്സിനോർത്ത് പ്രാർത്ഥിക്കാം. സ്ത്രീജന സംഘത്തെ ഓർക്കാം. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം ആ മഹത്വത്തിനായി തീരുവാൻ ദൈവമേ അവരെ ഇടയാക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാം കേട്ട വചനപ്രകാരം നമ്മുടെ ജീവിതങ്ങളെ നമുക്ക് ശോധന ചെയ്യാം. ദൈവവചനപ്രകാരം
നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തണമേ നമുക്ക് ജീവിതത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവസന്നിധിയിൽ ലഭിച്ച സകല നന്മകൾക്കും കരുണകൾക്കുമായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൊതുവുള്ള സ്തോത്ര പ്രാർത്ഥന നമുക്ക് ഉപയോഗിക്കാം. സർവശക്തിയുള്ള ദൈവമേ, സദാ പിതാവേ, ഞങ്ങൾ നിനക്ക് മഹാബലമായ സ്തോത്രം ചെയ്തു. ഞങ്ങളെ ശിക്ഷയിൽ പരിപാലിക്കുന്നതിന് എല്ലാത്തിനും മൂലം ലോകത്തെ തുടർന്ന സ്നേഹത്തിന് വേണ്ടി കൃപാവഴികൾക്ക് വേണ്ടി മഹത്വത്തിനും പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുമായ നിന്നെ സേവിക്കാൻ ഏൽപ്പിച്ചതിന്റെ നാളൊക്കെ വിശുദ്ധിയോട് നീതിയോട് നിന്നോടാണെന്ന് അങ്ങനെ അതിനെ കൊണ്ട് മാത്രമല്ല നേടാറത്തിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസവിക്കേണ്ടത് നിന്റെ സന്താനങ്ങളായ ബോധനം തരണം. ഞങ്ങളുടെ ഞങ്ങളുടെ അപേക്ഷിക്കും. അവൻ നിനക്ക് സദാത്മാനവും കാലാവസാനപ്പെടാതായിരിക്കട്ടെ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് അവന്റെ സ്വടയുടെ പൊതുവായ അപേക്ഷയിലേക്ക് എടുക്കാൻ വന്നിരിക്കുന്നു. രണ്ടാമോ നാമത്തിൽ കൊടുക്കാൻ അപേക്ഷയിൽ പ്രകാരം നൽകുന്ന വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, ആഗ്രഹങ്ങൾ അപേക്ഷകൾക്ക് ഉപകാരമാണെന്ന് നമുക്ക് വരുത്തി ഇഹലോകത്തിന്റെ പരിജ്ഞാനം പരലോകത്തിൽ കയറിയാൽ തരണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ ഗീതങ്ങൾ 216 ഗീതം പാടാം. നമ്മുടെ സ്തോത്ര വഴിപാടുകൾ സമർപ്പിക്കാം. ഗീതങ്ങൾ 216. നമുക്ക് നാം സമർപ്പിച്ച വഴിപാടിനെ നമുക്ക് നമ്മെ തന്നെ ദിവസങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വന്തത്തിന് ആദരിക്കാതെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എത്തിച്ചേരുകയും അവരോടുകൂടെ സകലവും ഞങ്ങൾക്ക് സൗജന്യമായ നൽകുകയും ചെയ്തിരിക്കുന്ന സ്വർഗ്ഗപിതാവേ, ഞങ്ങൾ നിരൂപായ സമർപ്പിക്കുന്ന ഈ വഴിപാടുകളെ കൈക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ ദേഹം കൊണ്ട് നീക്കിയുള്ള ആത്മാവ് കൊണ്ട് നിന്നെ സത്യമായി സാധനമായി സേവിക്കുകയും നിന്റെ സേവനങ്ങളുടെ സന്തോഷാനന്ദം കണ്ടെത്തുകയും ചെയ്യേണ്ടതിന് ഈ ദാനങ്ങളോടുകൂടെ ഞങ്ങളെ തന്നെ കേൾപ്പിച്ചിരുവാൻ ഞങ്ങളുടെ പാവമായ മൂലം കൃപ ചെയ്യണമേ. ദൈവത്തിന്റെ കണ്ടവയും കാവലും ഞങ്ങൾ നിങ്ങളെ പരിപാലിക്കുന്നു. പിതാവ് സർവ്വസുധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഇടയിൽ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ഈ ആരാധനയെ സംബന്ധിച്ച് എല്ലാവർക്കുമുള്ള സ്നേഹവും സന്തോഷം അറിയിച്ചുകൊള്ളട്ടെ. പ്രത്യേകിച്ച് ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് 20 പേർക്ക് മാത്രമേ ആരാധനയെ സംബന്ധിക്കുവാനായിട്ട് അനുവാദമുണ്ട്. അതുകൊണ്ട് കഴിവതും ആൾക്കാരും ഭവനങ്ങളിൽ തന്നെ ആരാധനയെ സംബന്ധിക്കുവാൻ
ശ്രമിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിക്കുന്നു. ഗവൺമെന്റ് 144 പ്രഖ്യാപനം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ആവശ്യമില്ലാതെ നാം ഭവനങ്ങളുടെ പേരിൽ ഇറങ്ങുകയോ കൂട്ടക്കൂടുകയോ ചെയ്യാതെ ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കുവാൻ എല്ലാവരും ശ്രമിക്കണമേ എന്ന് ഓർപ്പിക്കട്ടെ. പ്രാർത്ഥനയോട് കുടുംബത്തോട് വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോയ ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്ക് സമാധാനത്തോടെ പോകാം.